everyone, welcome to Ashadi's Platter. ഞാൻ ഡോക്ടർ അശ്വതി ജയശ്രീ. രാവിലെ റെഡിയാക്കാനുള്ള തിരക്കിൽ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്സ് ഉപ്പുമാവ് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. 240 ml. വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അനുസരിച്ച് വേണം ഓട്സ് എടുക്കാൻ. 1 കപ്പ് ഓട്സ് എടുത്താൽ ഒരാൾക്ക് കഴിക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ സവാള, 2 ചെറിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള കൊത്തി അരിയുന്നതിലും ടേസ്റ്റാണ് കുറച്ച് കൊച്ചുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ. പക്ഷെ കൊച്ചുള്ളി രാവിലെ പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, സവാള ചെറുതായി അരിഞ്ഞ് യൂസ് ചെയ്താലും മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഗ്രീൻ പീസോ പൊട്ടറ്റോ ഒക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ തിരിഞ്ഞത്. തേങ്ങ തിരിഞ്ഞത് ഞാൻ മസ്റ്റായി റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങ തിരിഞ്ഞതാണ്. ഇതിഷ്ടമില്ലാത്തവർക്ക് ഇതില്ലാതെയും ചെയ്ത് നോക്കാം. പക്ഷേ എങ്കിലും ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് എന്ന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറക്കാനുള്ള സാധനങ്ങൾ: ഒരു 2 കറിവേപ്പില, 3 വറ്റൽമുളക്, കുറച്ച് കടുക്. വറ്റൽമുളകൊക്കെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം ഈ ഉപ്പുമാവിൽ വറ്റൽമുളക് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് അത്രയും എരിവില്ലാത്ത പച്ചമുളകാണ്. ഇഞ്ചി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഇഞ്ചി ചതച്ചത് ഇഷ്ടമുള്ളവർക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് ഈ ഉപ്പുമാവിന് വളരെ കുറവാണ്, കുറച്ച് മാത്രം മതി. പിന്നെ കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കാം കടുക് വറുക്കാൻ. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓട്സ് കുറച്ച് റെഡിയാക്കാനുണ്ട്. ഞാൻ ഓട്സ് ആദ്യം ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഇല്ലാതായിരുന്നു കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം കർണാടകയിൽ പൊഹ റെസിപ്പി എന്ന് പറഞ്ഞൊരു റെസിപ്പി ഉണ്ട്. അത് കർണാടകയിൽ അവിൽ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. ആ രീതിയും നമ്മുടെ നാടൻ ഉപ്പുമാവ്, കേരളയിൽ റവ വെച്ചുണ്ടാക്കുന്ന ഉപ്പുമാവോടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് കിട്ടിയത്. കർണാടകയിൽ ഈ അവിൽ കുറച്ച് നേരം വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടാണ് അവർ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഓട്സ് നമുക്കൊന്ന് നനച്ച് വെക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. അതിന് ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഏത് തരം അരിപ്പ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അതേ അരിപ്പ തന്നെ. ആ അരിപ്പയുടെ കീഴിൽ നിങ്ങൾ ഒരു പാത്രം കൂടെ വെക്കണം. അതിന് റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. എന്നിട്ട് നമ്മൾ ഓട്സ് ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ അവലൊക്കെ നനയ്ക്കുന്ന പോലെ കൈവച്ച് നനച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ഡയറക്റ്റ് ഉപ്പ് ഇതിലേക്ക് ഇട്ടങ്ങ് മിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് അലിയിച്ചിട്ട് ആ വെള്ളം കൊണ്ടങ്ങ് മിക്സ് ചെയ്തെടുത്താലും മതി. ഓട്സ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സ് നനയണം, പക്ഷെ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ കിടക്കണം. 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സ്പൂണിനാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില. ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാള,
ക്യാരറ്റ്. കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊത്തി വെക്കാന്ന് പറയും. ജസ്റ്റ് ഒന്ന് നടുക്കോട്ടൊന്ന് കൂട്ടായിട്ട് വെക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതി. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിക്കുന്നത്. സാധാരണ പാത്രമാണെങ്കിൽ പാത്രം ഇത് കരിയാതിരിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 2 മിനിറ്റ് അങ്ങ് അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ചേരണം. ഞാൻ ഓട്സും വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഓട്സിൽ വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ ഞാൻ അടിയിൽ വെക്കാൻ പറ്റുള്ള പാത്രമായിരുന്നു ഇത്. ഇതിൽ കുറച്ച് ഓട്സിൻ്റെ പൊടിയുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഓട്സിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓട്സിൽ ലാസ്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഓട്സ് ആകെ കട്ട പിടിച്ചു പോകും. നേരത്തെ പറഞ്ഞ പോലെ ഓട്സ് ഒന്ന് പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. ഒരു മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഇങ്ങനെ പൊത്തി വെച്ചിരുന്നത് ഒന്ന് മാറ്റി കൊടുക്കുക. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. എന്നിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൊത്തി വെച്ച ഓട്സ് തുറന്ന് നോക്കിയിട്ടൊന്ന് വിടർത്തി ഇടാൻ പറയുന്നതിൻ്റെ കാരണം ചിലപ്പം നമ്മുടെ അറിയാതെ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്ന സമയം തന്നെ ഓട്സ് തമ്മിൽ ഒട്ടാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒട്ടുന്നില്ല, അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കിയാൽ മതി. 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഓട്സ് കുക്കായെന്നറിയാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്സ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓരോ ഓട്സിനും ഓരോ കുക്കിംഗ് ടൈമാണ്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഓട്സ് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അഥവാ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാൻ നമുക്ക് ഓട്സ് കിട്ടണം. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഒന്ന് ചൂടായി വരണം. തേങ്ങ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഉപ്പുമാവിന് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്ന ടിപ്പാണ്. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്കിത് കാണാവുന്നതേ ഉള്ളൂ. ഇതൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. പംകിൻ സലാഡ് റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഓട്സ് ഉപ്പുമാവ് ആണോ എന്ന്. സാധാരണ ഓട്സ് ഉപ്പുമാവ് കുറച്ച് ഒട്ടിപ്പിടിക്കാറുണ്ട്. ഇവിടെ ആ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്കിത് പഴത്തിൻ്റെ കൂടെയോ പഞ്ചസാരയുടെ കൂടെയോ അതോ വെറുതെ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാം.
ഒരു ഹെൽത്തി ഈസി ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.